ടൊർണാഡോ ആക്ഷനിലൂടെ നരിമാൻ ഹൌസിലെ ഭീകരവാദികളെ തകർത്ത കരിമ്പൂച്ചകൾ മറൈൻ കമാൻഡോസിനെ പിൻവലിച്ചാണ് താജിലേക്കുള്ള സൈക്ലോൺ ആക്ഷന് തുടക്കമിട്ടത്. 100 കമാൻഡോസുകളുടെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്ക് ആരംഭിച്ച സൈക്ലോൺ ആക്ഷനിൽ താജ് ഹോട്ടൽ ഭാഗികമായി തന്നെ തകർന്നു. ആദ്യഘട്ടത്തിൽ താജിന്റെ മുകളിലത്തെ നിലയിൽ തമ്പടിച്ചിരുന്ന തീവ്രവാദികളെ 10 മണിക്കൂർ നീണ്ട രൂക്ഷമായ വെടിവെപ്പിലൂടെയും ബോംബിങ്ങിലൂടെയുമാണ് താജിന്റെ ഗേറ്റ്വേക്ക് സമീപമുള്ള 1-ാം നിലയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. 1-ാം നിലയിലെ ബന്ദികളെ നേരത്തെ തന്നെ രക്ഷപ്പെടുത്തിയതുകൊണ്ട് നേരിട്ടുള്ള പോരാട്ടത്തിന് തന്നെ കമാൻഡോസുകൾ മുന്നിട്ടിറങ്ങുകയായിരുന്നു. ഇതോടെ തീവ്രവാദികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യം മുതലെടുത്ത് 3 മണിക്കൂർ നീണ്ട ശക്തമായ ആക്രമണം തന്നെ കമാൻഡോസുകൾ നടത്തി. പല ഘട്ടങ്ങളിലും ഗ്രനേഡുകൾ എറിഞ്ഞ് NSGയുടെ നീക്കങ്ങൾ തടസ്സപ്പെടുത്താൻ തീവ്രവാദികൾ ശ്രമിച്ചെങ്കിലും താജിന്റെ ഗേറ്റ്വേ കോർണറിൽ കുടുക്കിയുള്ള സൈക്ലോൺ ആക്ഷന് മുമ്പിൽ അവർക്ക് കീഴടങ്ങേണ്ടി വന്നു. 3 തീവ്രവാദികളുടെയും ശരീരം ബോംബിങ്ങിൽ ചിന്നിച്ചെതറി. ഒരാളെ ജീവനോടെ പിടികൂടാനും സാധിച്ചു. അക്ഷരാർത്ഥത്തിൽ ഒരു യുദ്ധത്തിന്റെ പ്രതീതി തന്നെയായിരുന്നു താജ് ഹോട്ടലിന് സമീപം പ്രകടമായത്. രാജ്യം ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്രയും രൂക്ഷമായ ഒരു ആക്രമണത്തിന് തന്നെയാണ് മുംബൈ നഗരം സാക്ഷ്യം വഹിച്ചത്. അതിന്റെ വ്യക്തമായ ചിത്രമാണ് എനിക്ക് പുറകിൽ കത്തുന്ന ഈ താജ്. 3 ദിവസങ്ങളിൽ രാജ്യം നടുങ്ങിയ, ഇന്ത്യ അക്ഷരാർത്ഥത്തിൽ നടുങ്ങിയ ദിനങ്ങൾ തന്നെയായിരുന്നു. മുംബൈയിലെ ഗേറ്റ്വേയിലെ താജിന് മുമ്പിൽ നിന്നും ക്യാമറാമാൻ വിനോദ് മൊറാരിയോടൊപ്പം PR സുനിൽ.